ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾക്കിന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങളിന്ന് സൗദിയിൽ നിന്ന് കേരളത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ പെട്ടികളും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും വളരെ സന്തോഷത്തിലും ഞങ്ങളിന്ന് നിൽക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. ഞങ്ങളുടെ പുത്രൻ ഹെബ്രോൺ ഇവിടെയുണ്ട്. വൈഫ് വർഷ, എൻ്റെ പേര് പ്രിൻസ്. വളരെ സന്തോഷത്തോടെ ആദ്യമായി ചെയ്യുന്ന വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഹെയിൽ എയർപോർട്ടിലെത്തി. ഇവിടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ഏരിയയിലിരിക്കുകയാണ്. ഹെബ്രു മമ്മിക്ക് കാര്യമായിട്ട് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എയർപോർട്ട് കാണിച്ചു തരാമേ. ഇതാണ് വെയിറ്റിംഗ് ഏരിയ. എല്ലാവരും പോണേൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഫ്ലൈറ്റ് കാത്തിരിക്കുന്ന ഞാനും വീഡിയോ പിടിച്ചിരിക്കുന്ന ഇച്ചു, അതിനിടയിൽ സർക്കസ് കാണിക്കുന്ന ഹെബ്രൂസ്. തനിക്ക് പൊക്കാൻ പറ്റാത്ത ബാഗ് പൊക്കാൻ ശ്രമിക്കുന്ന ഹെബ്രൂട്ടി അത് തടയാൻ വരുന്ന ഇച്ചു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എയർപോർട്ടിൽ ഇന്ന് ഒരു ബസ് കയറിയിട്ടാണ്, എയർ ബസ് കയറിയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് പിടിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ആ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും യോയോ. ഈ എയർ ബസ്സിൻ്റെ അകത്ത് ഫുൾ ആൾക്കാർ കയറുമ്പോഴാണ് നമ്മളിങ്ങനെ ട്രിപ്പ് അടിക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ ക്യൂവിലുണ്ടായതുകൊണ്ട് ഞങ്ങൾ ആദ്യം കയറി. അപ്പോൾ ഇരുന്ന സ്ഥിതിക്ക് ഞാനിങ്ങനെ പിടിച്ച് വന്നപ്പോൾ എടുക്കുന്നു നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എയർ അറേബ്യ. ഇവിടുന്ന് അവിടം വരെ നമ്മളെ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറിയിട്ടാണ് പോകാൻ പോണത്. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കി. പിന്നെ ബസ് സ്റ്റാർട്ടായി. ബസ്സിനകത്ത് എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫ്ലൈറ്റും ഇറങ്ങുന്നതും വേയും ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നു. അത് ഞാനിങ്ങനെ നോക്കി അവിടെ എത്താണ്. പിന്നെ ഫ്ലൈറ്റ് അവിടെ എത്തി നിർത്തി കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നു. ഹെബ്രു എന്നെ വിളിക്കാവാന്ന് പറഞ്ഞു, ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്നുണ്ടിട്ട്. പിന്നെ ഞങ്ങൾ നടന്നു പോയി. അവിടെ വരെ എത്തി. നല്ല വെയിലായിരുന്നു. എന്തൊരു ചൂടായിരുന്നു, നല്ല വെയിലടിക്കായിരുന്നു. ഇത് നമ്മളുടെ സീറ്റ് അനുസരിച്ചാണ് ഈ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പിക്കോടും ബാക്കിലത്തെ സ്റ്റെപ്പിക്കോടും നമ്മളെ കയറ്റുന്നത്. ഞങ്ങളുടെ സീറ്റ് ബാക്ക് സൈഡിലായിരുന്നു, ഞങ്ങളെ ബാക്കിക്കോടെ കയറ്റി. ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ കയറുകയാണ്. എല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് തോന്നുന്നത്. എല്ലാവരും ഫോണിൽ സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് ഇവിടെ എല്ലാവർക്കും ടാറ്റ കൊടുത്താണ് പോകുന്നത്. എവിടെ എന്നെ കൈപ്പിടിച്ച് കയറ്റാണേ, അമ്മ വാ ഇതിലല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സീറ്റ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലത്തെ സീറ്റായിരുന്നു. ഞങ്ങൾ സീറ്റിൽ ഒന്ന് റിലാക്സ് അവിടെ ഇരിക്കുക. ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കയറി ഇരുന്നപ്പോൾ തന്നെ ഹെബ്രുവിനെ വിശക്കാൻ തുടങ്ങി. പാപ്പൊക്കെ തിന്ന് രാവിലെ വെളുപ്പിനെ എന്നിട്ട് എണ്ണം കയറി. അപ്പം തന്നെ ഞങ്ങൾക്ക് ക്ഷീണമായി. ഫ്ലൈറ്റ് കയറാൻ പോകണം. പറക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ നോക്കിയിരിക്കുകയാണ്. പറക്കുമ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് ഞങ്ങളുടെ മിററിൻ്റെ അടുത്ത ചില്ലിൻ്റെ അവിടെ ഫോണൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് ആദ്യം ഇങ്ങനെ പയ്യെ പോയിട്ട് അങ്ങ് ആകാശത്തോട്ട് പറന്ന് കയറുന്ന അതപ്പോൾ ഒരു പ്രത്യേകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ ചെവി അടയും, അതാണ് ഇഷ്ടമില്ലാത്തൊരു കാര്യം. സ്പീഡിൽ പൊങ്ങി അപ്പം ഞങ്ങൾ മുകളിലോട്ട് പോകും. കണ്ടോ, സൗദിയുടെ മരുഭൂമിയുടെ സൗന്ദര്യമാണ് ഈ കാണുന്നത്. കേരളത്തിൻ്റെ പച്ചപ്പൂഷ്മളൊന്നും ഇല്ലെങ്കിലും സൗദിയുടെ എന്താ പറയുക, ആ ഒരു മരുഭൂമിയുടെ ഒരു എഫക്റ്റൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാം. കയറി അപ്പം തന്നെ ഇച്ചോർക്കായി. ഹെബ്രൂസും സൈഡായി. ഹെബ്രു എൻ്റെ മടിയിൽ കിടന്നുറങ്ങി, ഇച്ചോടെ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അനക്കം കേട്ടാൽ എല്ലാവരും എഴുന്നേറ്റ്. ഷാർജ എത്തിയെന്ന് ചോദിച്ചാൽ എഴുന്നേക്കണത്. പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 1 മണിക്കൂറായിട്ടുണ്ടായുള്ളൂ. അപ്പോഴേക്ക് ഷാർജ എത്തി. 2 മണിക്കൂറിൻ്റെ ട്രാവലായിരുന്നേ. ഷാർജ എത്തി. ഞങ്ങൾ ആ വേഗോടെ അങ്ങനെ പോവുക. ഇനി ഇറങ്ങി വേഗം കഴിക്കണം, വിശന്നിട്ട് കഴിയുക. അവിടെ എത്തിയപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി കഴിച്ച്. ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെബ്രൂസിന്
ബർഗറും ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച്. പിന്നെ വെയിറ്റിംഗ് ആണ്. ഷാർജ ടു കൊച്ചി ഫ്ലൈറ്റ് 5 മണിക്കൂർ വെയിറ്റ് ഉണ്ട്. 5 മണിക്കൂർ സമയം ഞങ്ങൾ ഷാർജയുടെ അവിടെ ഇങ്ങോട്ട് നടപ്പായിരുന്നു. അപ്പോൾ അവിടെ ചാരി ഇരുന്ന് കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റിയൊരു കസേര ഉണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു സിനിമയൊക്കെ തന്നെ അവിടെ ഇരുന്ന്. ഹെബ്രു പിന്നെ അങ്ങോട്ടുള്ള കോടിക്കളി ചാട്ടിക്കളിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. 5 മണിക്കൂർ വെയിറ്റിംഗ് ഒരു ലോങ് വെയിറ്റിംഗ് തന്നെയാണ്. ഞാൻ വീഡിയോ കണ്ടിട്ട് പറയാനേ വേഗം നടക്കുന്നു. എനിക്ക് ഫ്ലൈറ്റിൽ കയറണ സമയം എടുത്തോണ്ടിരിക്കണം. അപ്പോഴേക്കും ഒരു കാപ്പി മേടിച്ച് കുടിക്കണം ആഗ്രഹമാണ്. കാപ്പി മേടിച്ച് കുടിച്ച് ഒരൊറ്റ ഗ്ലാസ് കാപ്പിക്ക് 150 ഇന്ത്യൻ റുപ്പീസാണ്. പിന്നെ അത് മേടിച്ച് കുടിച്ച്. ഇത് അടുത്ത ബസ് കയറി പോകേണ്ട ആ ഗ്യാപ്പില്ല. അടുത്ത ബസ് കയറി നമ്മൾ ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു ബസ് ത്രൂ ആണ്. എയർ ബസ് കയറി വീണ്ടും പോകും. ആ ബസ്സിൽ കയറി ഹെബ്രൂസിൽ ഡാൻസ് കയറി. ഹെബ്രൂസ് വിത്ത് പാട്ട് വിത്ത് ഡാൻസ് അവിടെ കയറി നർമാദിക്കും. ഡാൻസ് കഴിഞ്ഞ് ആ ബസ്സിലുള്ള ഒരു മൊത്തം നോക്കി വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ വേയൊക്കെ ഇങ്ങനെ പിടിച്ച് വീണ്ടും ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി. ഈ ഫ്ലൈറ്റ് ഇറങ്ങിയ കേരളം കൊച്ചി, നമ്മുടെ സ്വന്തം കൊച്ചി. ഇത് കൊച്ചി എത്താറായപ്പോൾ അവർ ടേക്ക് ഓഫ് ചെയ്ത സമയം എന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ച് കൊച്ചിയുടെ അപ്പാണ് ഇപ്പോൾ കണ്ടതേ. അങ്ങനെ ദേ നമ്മളെത്തി. ഫ്ലൈറ്റ് ഇറങ്ങാറായി. കേരളത്തിൻ്റെ മണ്ണിൽ എത്തി. പിന്നെ എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വന്നു. ഞങ്ങൾ ലാസ്റ്റ് സീറ്റിലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ട് വീട്ടിലെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങ് പോവുക. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഇടയിലൂടെയൊക്കെ കറങ്ങി തിരിച്ച് ഞങ്ങൾ പുറത്തെത്തി. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഒരു പ്രീപെയ്ഡ് ടാക്സി വിളിച്ചാണ് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കറങ്ങി വരുന്നതിൽ ഞങ്ങളുടെ പെട്ടി കണ്ടുപിടിച്ച് പെട്ടി എടുത്ത് അവർക്ക് കാണിച്ച് കൊടുത്ത് ഞങ്ങൾ 3 ട്രോളി ബാഗ് ഉണ്ടായിരുന്നേ. 3 ട്രോളി ബാഗൊക്കെ തള്ളി അങ്ങ് പോവുക. ഇപ്പം എത്തി വീട്ടിൽ. പ്രീപെയ്ഡ് ടാക്സി വിളിച്ച് ഞങ്ങളുടെ സ്വന്തം സ്ഥലമായ ആനപ്പുഴയിൽ ഞങ്ങളെത്തി. ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ വരാണ്ട്. ആ വീഡിയോ അത് കണ്ടിട്ട് പിന്നെ വീഡിയോ ആയിട്ട് വരാം.